ദിലീപ് മഞ്ജുവിനെയും കാവ്യയെയും ഒരുമിച്ച് ആഗ്രഹിച്ചു. പല്ലിശ്ശേരിയുടെ കണ്ടെത്തൽ തരംഗമാകുന്നു. പ്രശസ്ത സിനിമാ നിരൂപകൻ പല്ലിശ്ശേരി സിനിമാ മംഗളത്തിന് നൽകിയ ലേഖനം വൈറലാകുന്നു. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ജീവിതത്തിലുണ്ടായ പൊരുത്തക്കേടുകളും അവയുടെ കാരണവും അന്വേഷിക്കുകയാണ് പല്ലിശ്ശേരി. ദിലീപിന്റെയും മഞ്ജുവിന്റെയും ജീവിതം ആര് കാരണം തകർന്നു എന്ന് ഒരു മറയുമില്ലാതെ പല്ലിശ്ശേരി തുറന്നെഴുതുന്നു. എന്തിനായിരുന്നു മഞ്ജു വാര്യരും ദിലീപും പിണങ്ങിയത്? അവർക്കിടയിലെ പിണക്കം സാധാരണയായി കാണാനുള്ള സൗന്ദര്യ പിണക്കം മാത്രമാണോ? ഒരു സ്ത്രീയെ ചൊല്ലിയായിരുന്നു തുടക്കം. ഏതു സ്ത്രീ? അതാണ് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. മഞ്ജു വാര്യർ അല്ലാതെ മറ്റേതൊരു സ്ത്രീയിലേക്കാണ് ദിലീപിന്റെ മനസ്സും ശരീരവും പാഞ്ഞത്? അതെല്ലാം കഥകളും കെട്ടുകഥകളുമാണെന്ന് പിന്നീട് പരിചരണം വന്നു. കാരണം ദിലീപിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹത്തിന് മഞ്ജു വാര്യരും മീനൂട്ടിയും പോയിരുന്നു. കാവ്യ മാധവന്റെ വിവാഹം. കഥാനായകനുമായി അടുപ്പമുള്ളവർ പറഞ്ഞ കഥ. കാവ്യയുടെ കല്യാണ ദിവസം അയാൾ നന്നായി മദ്യപിച്ചു. ബോധം മറയും വരെ. കൂട്ടിലിട്ട് വളർത്തിയ കിളി പറന്നുപോയ സങ്കടം. ആ സങ്കടം സഹിക്കാൻ വയ്യാതെ കുടിച്ചു. കൂട്ടുകാരോടും അടുപ്പമുള്ളവരോടും സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു, എന്റെ കൂട്ടിൽ നിന്നും എന്റെ വളർത്തുകിളി പറന്നുപോയി. ഈ കഥ സത്യമോ മിഥ്യയോ? ദിലീപിന്റെ നല്ല സുഹൃത്താണ് കാവ്യ മാധവൻ. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിക്കേണ്ടത് മറ്റൊരു സുഹൃത്തിന്റെ കടമയല്ലേ? അതുകൊണ്ട് കാവ്യയ്ക്ക് വേണ്ടി ദിലീപ് ഒരു സിനിമ നിർമ്മിച്ചു, പാപ്യപ്പച്ച. നായകനും നായികയും ദിലീപും കാവ്യ മാധവനും. ഇതൊരു മിനി കഥ. പറഞ്ഞു കേട്ടത് സത്യമാകാതിരിക്കട്ടെ. നായകൻ നായികയെ കാണാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നു. കുറെ സമയം ചിലവഴിക്കുന്നു, തിരികെ പോകുന്നു. ഒരാൾക്ക് രണ്ടു ഭാര്യമാരായിക്കൂടെ? പ്രശസ്തരായ പലർക്കും അങ്ങനെ ഉണ്ടല്ലോ. ആ സ്വപ്നത്തിനൊടുവിൽ പ്രത്യക്ഷപ്പെട്ട കഥാപാത്രങ്ങൾ ദിലീപും മഞ്ജുവും കാവ്യയുമായിരുന്നു. നോ, അതൊരു അലർച്ചയായിരുന്നു. ഭർത്താവിനെ പങ്കുവയ്ക്കാൻ ഇഷ്ടമില്ലാത്ത ഭാര്യയുടെ അലർച്ച. ആ ഭാര്യയ്ക്ക് മഞ്ജുവിന്റെ മുഖമായിരുന്നു. മഞ്ജു വാര്യരുടെ സുഹൃസംഘത്തിലേക്കും അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കണമെന്നൊരു നടി ഫോൺ ചെയ്തു. ഭാവനയുടെ മുറിയിൽ ദിലീപും കാവ്യയും സംസാരിച്ചിരിക്കുന്നത് കണ്ടു. ഭാവനയുടെ അറിവോടെ സുഹൃത്സംഘം മഞ്ജുവിനെ കാര്യങ്ങൾ അറിയിച്ചു. ഭാവനയെ ക്ഷണിച്ചു വരുത്തി. മഞ്ജു വാര്യർ മറ്റു മുറിയിൽ നിന്ന് എല്ലാം കേട്ടു. ഭാവന അത് കണ്ടില്ല. അത് കേട്ടു മറിഞ്ഞിരുന്ന മഞ്ജു കരഞ്ഞില്ല. കരയാൻ കണ്ണീരുണ്ടായിരുന്നില്ല. അത് സംഭവിച്ചിരിക്കുന്നു. ഭർത്താവിനെ അവകാശപ്പെടാനും സ്വന്തമാക്കാനും ഒരാൾ വന്നിരിക്കുന്നു. ഭർത്താവിന് അവൾ പ്രിയപ്പെട്ടവളായിരിക്കുന്നു. മഞ്ജു ചോദിച്ചു, കേട്ടത് ശരിയാണോ? ഉത്തരം പറഞ്ഞില്ലെങ്കിലും കാവ്യയെ ഉപേക്ഷിക്കില്ലെന്ന് മനസ്സിലായി. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചാലെന്താ എന്ന് ദിലീപ് ചോദിച്ചതായി പറഞ്ഞു കേട്ടു. അത് നടക്കില്ല. ദിലീപേട്ടന്റെ ഭാര്യയായി ഞാൻ മാത്രം. ഞാൻ ജീവിച്ചിരിക്കെ മറ്റൊരു മോഹം നടക്കില്ല. കാവ്യ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവൾ എന്റെ നല്ല സുഹൃത്താണ്. ഞാൻ അവളെ കൈവിടില്ല എന്ന് ദിലീപ് പറഞ്ഞതായിട്ടാണ് പൊതു സംസാരവും സിനിമാ സംസാരവും. ഉടുവസ്ത്രത്തോടെ മഞ്ജു വാര്യർ സ്വന്തം വീട്ടിലേക്ക് പോയി. തൃശ്ശൂരിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള പുള്ള് എന്ന ഗ്രാമത്തിൽ താമസമാക്കി. മഞ്ജു വാര്യരും ദിലീപും കേസ് കൊടുത്തു. കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ നിന്ന് മഞ്ജു വാര്യർ പൊട്ടിക്കരഞ്ഞു. പിരിയാൻ തീരുമാനിച്ചെങ്കിലും അതിനുള്ള മനസ്സ് മഞ്ജു വാര്യർക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദിലീപും മീനൂട്ടിയും താൻ ഒരുമിച്ച് ജീവിക്കുന്നതാണ് മഞ്ജുവിന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ജോഷി മോഹൻലാൽ സിനിമ വേണ്ടെന്ന് വെച്ചത്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ സിനിമ ഷൂട്ടിംഗ് ഒക്ടോബറിലേക്ക് മാറ്റിവെച്ചത്. ദിലീപ് വിളിക്കുകയാണെങ്കിൽ എല്ലാ പ്രൊജക്ടുകളും വേണ്ടെന്ന് വെക്കും. അതല്ല, വിവാഹമോചനം യാഥാർത്ഥ്യമാക്കി ദിലീപ് കാവ്യ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ, കാവ്യ വിവാഹം കഴിക്കാൻ ദിലീപ് മഞ്ജുവിനോടും മീനൂട്ടിയോടും ജീവിക്കാൻ തീരുമാനിച്ചാൽ, മലയാള സിനിമയ്ക്ക് ഒരു നടി എന്നേക്കുമായി